ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം. ശ്ലോകം 4. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. വിമലമതിരുപാക്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നഗാദീ. ഇവിടെ ഭഗവാന്റെ അംശാവതാരമായ കപിലവാസുദേവൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശം കൊടുക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു 25 തത്വങ്ങളെ പറഞ്ഞതിൽ പുരുഷൻ എന്ന് 25ാമതായിട്ട് പറഞ്ഞ പുരുഷൻ, അതായത് ജീവൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്നെല്ലാം പറയാം. ആ പുരുഷന് ഇവിടെ പ്രകൃതിയിലേക്ക് ഓരോ കാര്യങ്ങളിലേക്കും താല്പര്യമുണ്ടായാൽ, ആസക്തി ഉണ്ടായാൽ ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ മായയാണ്. ആ മായ ഇവിടെ അങ്ങോട്ട് ആസക്തി കാണിച്ചാൽ ഇങ്ങോട്ടും കൂടും. എന്നാൽ ഈശ്വര ഭജനം കൊണ്ട് ഈശ്വരനിൽ മാത്രമേ ആസക്തി കാണിക്കുന്നുള്ളൂ. അങ്ങോട്ട് ആസക്തി, മായയിലേക്ക് സുഖസൗകര്യങ്ങളിലേക്കൊന്നും ആസക്തി കാണിക്കുന്നില്ല എങ്കിൽ ഈ മായ വേർപെട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഈശ്വര ഭജനം കൊണ്ട് മായ വിട്ടുമാറും എന്ന് ഇവിടെ അമ്മയ്ക്ക് കപിലമുനി ഉപദേശിച്ചു. ഇനി അഷ്ടാംഗ യോഗപ്രകാരമുള്ള ഈശ്വര ഭജനം എങ്ങനെയാണ് എന്നിവിടെ വിവരിച്ച് പറയുകയാണ്. ഉപാത്തൈ ആസനാദ്യ. ഉപാത്തൈ എന്ന് പറഞ്ഞാൽ പരിശീലിച്ചെടുത്ത ആസനം തുടങ്ങിയവയിൽ മുതലായവയിൽ, അതായത് യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ പരിശീലിച്ച് വിമല മതി, മതി ബുദ്ധി, മനസ്സിനെ വിമലമാക്കിയിട്ട് പരിശുദ്ധമാക്കിയിട്ട്. ഇപ്പൊ ഇവിടെ ഹൃദയത്തിന് ശുദ്ധി വന്നാലേ, മനസ്സിന് ശുദ്ധി വന്നാലേ ധ്യാനത്തിന് ഏകാഗ്രത കിട്ടുകയുള്ളൂ. അപ്പൊ ആ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത്. ഇവയൊക്കെ 4ാമത്തെ ദശകത്തില് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ പരിശീലിച്ച് മനസ്സിന് ശുദ്ധി വന്നതിന് ശേഷം ദിവ്യഭൂഷ ആയുധാംഗം, ദിവ്യഭൂഷ, ദിവ്യമായിട്ടുള്ള ഭൂഷകളും അലങ്കാരങ്ങളും, അതുപോലെ ദിവ്യമായിട്ടുള്ള ആയുധം, ആയുധങ്ങളും, ഇവിടെ ആയുധങ്ങളും എല്ലാം ധരിച്ച്, ആയുധാംഗം, ആയുധങ്ങളും ധരിച്ച് ഗരുഡ സമധിരൂഢം, ഗരുഡന്റെ പുറത്തിരിക്കുന്നതും രുചി തുലിത തമാലം, രുചി എന്ന് പറഞ്ഞാൽ ഇവിടെ ശോഭ, ഭംഗി, തുലിതം എന്ന് പറഞ്ഞാൽ തുല്യം, തമാലം, തമാലം എന്ന് പറഞ്ഞ ഒരു മരമാണ്, ഒരു പച്ചില മരം പോലെ. പച്ചിലകളെല്ലാം കൂടെ കൂടി ഒരുമിച്ച് നിൽക്കുന്ന കണ്ടാൽ, കൂടി നിൽക്കുന്ന കണ്ടാൽ ഒരു ചെറിയൊരു നീലവർണ്ണം പോലെ തോന്നും. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയണത്.
അപ്പൊ പച്ചില മരം പോലെ നീലവർണവുമായ എൻ്റെ മതംഗം, മത് അംഗം, എൻ്റെ സ്വരൂപത്തെ, എൻ്റെ രൂപത്തെ. അപ്പൊ എങ്ങനെയുള്ള രൂപമാണ്? ദിവ്യമായിട്ടുള്ള അലങ്കാരങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, ദിവ്യമായിട്ടുള്ള ആയുധങ്ങൾ കയ്യിലുണ്ട്. ഇതെല്ലാം ധരിച്ച് ഗരുഡന്റെ പുറത്തിരിക്കുന്നതും അതുപോലെ നീലവർണവുമായ, തമാലം എന്ന് പറഞ്ഞാൽ ഒരു മരമാണത്. അപ്പൊ ഇവിടെ ശോഭയിൽ, ഭംഗിയിൽ തമാല വൃക്ഷത്തിന് തുല്യമായതും, അതാണ് അവിടുത്തെ അർത്ഥം എടുക്കുന്നത്. അപ്പൊ തമാല വൃക്ഷത്തിന് തുല്യമായതും, ഭംഗിയിൽ തുല്യമായതുമായ എൻ്റെ രൂപത്തെ, എൻ്റെ ആ സ്വരൂപത്തെ അനുവേലം, അനുവേലം എന്ന് പറഞ്ഞാൽ നിരന്തരം, എപ്പോഴും, ശീലയേത, ധ്യാനിച്ച് ശീലിക്കണം, പരിചയിക്കണം. ഇതി എപ്രകാരം കപിലതനു, കപിലസ്വരൂപനായ ത്വം നിന്തിരുവടി ദേവഹൂത്യൈ നെഗാതി, ദേവഹൂതിയോട് അരുളി ചെയ്തു. അപ്പൊ ഇവിടെ ശംഖചക്ര ഗദാപത്മൊക്കെ ധരിച്ച് വളരെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് അതിസുന്ദരനായിട്ടിരിക്കുന്ന ആ ഭഗവാന്റെ രൂപം എപ്പോഴും ധ്യാനിക്കണം എന്ന് ഇവിടെ, എങ്ങനെ മനഃശുദ്ധി വന്നതിന് ശേഷം എന്നിവിടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കപിലവാസുദേവൻ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.